മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സാറേ, ന്യൂ അപ്പോയിൻമെന്റ് കോളേജിന്റെ റിക്വസ്റ്റ് സർക്കാർ അംഗീകരിച്ചു. 5 അപ്പോയിന്റ്മെന്റ്സ്, 2 സെക്യൂരിറ്റി, 1 വാച്ച്മാൻ, 1 പ്ലംബർ, 1 ഇലക്ട്രീഷ്യൻ. 2 സെക്യൂരിറ്റീസ്, 1 വാച്ച്മാൻ, 1 പ്ലംബർ, 1 ഇലക്ട്രീഷ്യൻ. 5 തസ്തികകളിലേക്കുള്ള നിയമനങ്ങളാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ അവരുടെ ഭാവത്തിലും ശരീരഭാഷയിലും എന്തോ പന്തികൾ. അവർ ഹെയർ സ്റ്റൈലുണ്ടോ? പോലീസാണ്, പോലീസ്. നമ്മളവരെ തിരിച്ചറിഞ്ഞുവെന്ന് ഒരിക്കലും അവർക്ക് മനസ്സിലാവരുത്. സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. കുറച്ച് ദിവസത്തേക്ക് പോലീസിൻ്റെ ലിസ്റ്റിൽപ്പെട്ടവരാരും ഒരു കാരണവശാലും ക്യാമ്പസ് വിട്ട് പുറത്തു പോകരുത്. ആരാ? നമസ്കാരം സാർ. സാർ എന്താണ് ഇവിടെ? താനെന്താ ഇവിടെ? ഞാനീ അയ്യോ അല്ല, ഗോകുലിന് നല്ല പനി. അപ്പൊ റോഷൻ പറഞ്ഞ് മരുന്ന് മേടിച്ചോണ്ട് വരാൻ. ഇത് മരുന്ന്, ഇത് കുരുമുളക് പൊടി. ഇനി മേലാൽ നിന്നെ ഈ പരിസരത്ത് കണ്ട കൊന്നുകളയും. എനിക്കറിയാം. വരില്ല സാറേ, ഇനി വരില്ല ഇവൻ. പോ. ഓ അല്ല, അപ്പൊ ഇതിന്റെ കാശ് സാറിന്റെ പറ്റില്ല എഴുതണം. തല്ലരുത് സാർ. തല്ലിക്കഴിഞ്ഞാൽ നന്നായി പോകും. ഞാൻ നന്നാവരുത്. ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കണം. ആ അയ്യോ, നന്നായ ഒന്നിനും കൊള്ളില്ലാണ്ടായി പോകും. മദ്യം ശീലമാക്കണ്ട, അല്പോ. പക്ഷെ ഇത് ഒരിക്കലും വേണ്ട. എവിടെ റോഷനോടെ? ചോദിച്ച കേട്ടില്ലേ? റോഷനും മഹേഷും ദീപനും പുറത്തുപോയി സാർ. എപ്പോ? കുറച്ചു മുമ്പ്. എന്തിന്? മഹേഷിന്റെ ഗേൾഫ്രണ്ട് റംലത്ത് ഒരു മൈലാഞ്ചി കല്യാണത്തിന് പോളയത്തോട് വരുന്നുണ്ട്. കാണാൻ പോയതാ. പുറത്തു പോയ പോലീസ് പിടിക്കുന്ന അറിഞ്ഞുകൂടെ നിനക്കൊക്കെ? പറഞ്ഞിരുന്നെങ്കിൽ റംലത്തിനെ ഞാനിവിടെ കൊണ്ടുവരില്ലായിരുന്നാ. എന്നിട്ട് റേപ്പിയോ കൊല്ലോ എന്തെങ്കിലും ചെയ്യാൻ പാടില്ല. ഞാൻ എടി പോലീസോ മറ്റോ? സാറ് പോയി കിടന്ന് തുടങ്ങിക്കോ, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. സാർ ഞങ്ങൾ പിന്നെ സാർ. വേണ്ട, സ്റ്റുഡൻസ് ആയിട്ടല്ല, ഫ്രണ്ട്സ് ആയിട്ടാണ് ഞാൻ നിന്നെ കണ്ടത്. എന്നിട്ടും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല. ആ വണ്ടിയുടെ ചാവിയും കണ്ടു. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം.